ഹരി ഓം. ഭാഗവത അമൃതം കുടുംബത്തിലെ എല്ലാ അമൃത സ്വരൂപികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് നാരായണീയം ദശകം 32 മത്സ്യാവതാരം നമുക്ക് കാണാം. ഇന്ന് ഗുരുവായൂരപ്പന് ഭട്ടേരി പാടി കേൾപ്പിക്കുന്നത് ഭഗവാനെ അങ്ങയുടെ മത്സ്യാവതാരത്തെ കുറിച്ചാണ്. നമുക്ക് ശ്ലോകങ്ങൾ കാണാം. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാദോദ്യത കാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാൻ ഹൃദേഷു വേദേ ചതിൽസ കില മത്സ്യരൂപം. ഇവിടെ പറയുന്നു, വളരെ പണ്ട് അതായത് 6ാമത്തെ ചാക്ഷുഷ മന്വന്തരത്തില് ഹയഗ്രീവൻ എന്ന മഹാ അസുരൻ ഒടുവിലുണ്ടായ ആ പ്രളയത്തില് ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും നിദ്രോന്മുഖ ബ്രഹ്മമുഖാൻ വേദേഷു ഹൃദയേഷു ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിന്റെ മുഖത്തു നിന്ന് 4 വേദങ്ങളും അപഹരിച്ചു എന്ന് പറയുന്നു. ആ സമയത്ത് ഭഗവാനെ ത്വം മത്സ്യരൂപം അതിൽ സക്കില, അങ്ങ് ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് മത്സ്യ ശരീരത്തെ സ്വീകരിച്ചുവല്ലോ എന്ന് ഭട്ടേരി ഇവിടെ പറയുന്നു. 2ാമത്തെ ശ്ലോകത്തില് ആ മത്സ്യ സ്വരൂപം എവിടെയാണ് അവതരിച്ചത് എന്നാണ് പറയുന്നത്. സത്യവ്രതസ്യ ദ്രമളാധിപത്തു നദീജലേ തത്പയതസ്ഥദാനി കരാഞ്ജലോ സഞ്ജലിതാ കൃതിസ്ത്വം അദൃശ്യത കശ്ചന ഫലമീനക. ഇവിടെ പറയുന്നു, ഒരു ദിവസം സന്ധ്യാതർപ്പണത്തിനായിട്ട് സത്യവ്രതൻ എന്ന രാജാവ് ഒരു നദീജലത്തില് സന്ധ്യാതർപ്പണം ചെയ്യുന്ന അവസരത്തില് തഥാനി സഞ്ചലിതാകൃതിയും കച്ചന ബാലമീന, അപ്പോൾ വളരെയധികം പ്രകാശിക്കുന്ന മിന്നിത്തിളങ്ങുന്ന ആകൃതിയുള്ള ഒരു ചെറിയ മത്സ്യമായിട്ട് ത്വം അദൃശ്യത, ഭഗവാനെ അങ്ങ് കാണപ്പെട്ടുവല്ലോ എന്ന് പറയുന്നു. പിന്നെ 3ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ക്ഷിപ്തം ജലേ ത്വം ചകിതം വിലോക്യ നിന്നേംബുപാത്രേണ മുനിസ്വഗേഹം സ്വൽപൈരഹോപി കലസീഞ്ചകൂപം ബാബിൻ സരച്ഛാന ശിശേ വിഭോത്വം. ഇവിടെ പറയുന്നു, അങ്ങനെ ആ സത്യവ്രതൻ എന്ന രാജാവ് തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആ രാജർഷി ആ നദിയിലെ വെള്ളത്തില് ഭയപ്പാടുകൂടി ആ മീനിൻ അതായത് ഭഗവാനെ അങ്ങയെ കണ്ടപ്പോൾ ഭഗവാനെ തന്നെ കണ്ടപ്പോൾ ആ ഭഗവാനെ ആ സത്യവ്രതൻ എന്ന രാജാവ് ത്വാം അംബുപാത്രേണ സ്വഗേഹം നിന്നെ, ഭഗവാനെ അദ്ദേഹത്തിന്റെ കമണ്ഡലുകൾ ജലപാത്രത്തില് ആക്കിയിട്ട് അതിനെ തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ പറയുന്നു, വിഭോത്വം സ്വൽപ്പേ അഹോബി കലശീം കൂപം, അങ്ങനെ തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി ഭഗവാനെ സർവ്വഭാപിയായ ഭഗവാനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചെറിയൊരു പാത്രത്തിലിട്ടത് ആ മത്സ്യം പിന്നീട് ഒരു കുടത്തിലാക്കി. കാരണം അത് ദിവസം തോറും അത് വലിപ്പം വെച്ചു വരികയായിരുന്നു. പിന്നീട് വീണ്ടും കുടം നിറഞ്ഞപ്പോൾ അതിനെ കിണറ്റിലാക്കി. പിന്നീട് ആ കുടം നിറഞ്ഞപ്പോൾ അതിനെ കുളത്തിലാക്കി. വാബീൻ സര ആജ ആനശിഷേ, പിന്നീട് ആ കുടത്തിൽ നിറഞ്ഞപ്പോൾ അതിനെ ഒരു വലിയ സരസില് കൊണ്ടുപോയി ആക്കി എന്നിവിടെ പറയുന്നു. അതായത് ആശ്രമത്തിൽ ചെന്നിട്ട് ആ സത്യവ്രതൻ എന്ന രാജശ്രീ ജലപാത്രത്തിൽ ഒതുങ്ങാത്ത ആ മത്സ്യരൂപത്തെ ആദ്യം കുടത്തിലും അതില് ഒതുങ്ങാത്തപ്പോൾ ക്രമേണ അത് വളർന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് പിന്നെ കിണറ്റിലും കുളത്തിലും തടാകത്തിലും നിക്ഷേപിച്ചു. അത്ഭുതം തന്നെ എന്ന് ഭട്ടേരി ഇവിടെ പറയുന്നു. ആ മത്സ്യരൂപം അവിടെ എല്ലാം നിറഞ്ഞു നിന്നു എന്ന് ഭട്ടേരി പറയുന്നു. അത്ഭുതത്തോടുകൂടി ഭട്ടേരിയും പറയുന്നു. 4ാമത്തെ ശ്ലോകം പറയുന്നു, യോഗ പ്രഭാവാദ് ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം ദൃഷ്ടോ മുനാ കൽപ്പന്തി ദൃഷ്ടമേനം
സപ്താഹമാസേതി വദന്നയാസീഹി. ഇവിടെ പറയുന്നു, ഭഗവാനെ അങ്ങയുടെ ആജ്ഞ അനുസരിച്ചിട്ട്, ഭവതാജ്ഞയാ ഏവ, അങ്ങയുടെ ആജ്ഞയനുസരിച്ചിട്ട് ആ സത്യവ്രത മുനിയാൽ, ആ മുനിയുടെ യോഗശക്തി കൊണ്ട് പയോദ്യം നീതസ്ത്വം, ഭഗവാനെ സമുദ്രത്തിലേക്ക് നയിക്കപ്പെട്ട ഭഗവാനെ അങ്ങ് ഈ സത്യവ്രതനായിട്ട് പ്രളയം കാണാൻ കൊതിക്കുന്ന അദ്ദേഹത്തോട് പറഞ്ഞു, സപ്താഹമാസ്വ ഇതി വദന്നയാസി, അങ്ങനെ 7 ദിവസം കാത്തിരിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് ആ മത്സ്യം മറഞ്ഞു എന്ന് പറയുന്നു. അതായത് സത്യവ്രതൻ പ്രളയത്തിൽ പെട്ടപ്പോൾ ഭഗവാനെ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പ്രാപ്തേ തദുക്തേ ഹനിവാരിധാര പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തശ്രവീ സാർദ്ധമപാരവാരിണി ഉദ്ഗൂർണമാനശരണം യയൗ ത്വാം. ഇവിടെ പറയുന്നത്, ഭഗവാനെ അങ്ങ് തൊതുക്തേ അഹനി പ്രാപ്തേ, ഭഗവാനെ അങ്ങ് അരുളി ചെയ്ത ആ 7ാമത്തെ ദിവസം വന്നപ്പോൾ, പ്രളയജലത്തിൽ പെട്ടിട്ട് 7 ദിവസം കാത്തിരിക്കുക എന്നാണ് പറഞ്ഞത്. 7ാമത്തെ ദിവസം വന്നപ്പോൾ ഭൂമിതലേ വരിധാര പരിപ്ലുതേ, ഈ ഭൂമിയെല്ലാം ജലധാരയിൽ മുങ്ങിപ്പോയപ്പോൾ ആ സത്യവ്രത രാജർഷി ആ സപ്തർഷികളോടൊപ്പം അങ്ങനെ കര കാണാതെ ഈ പ്രളയജലത്തില് ചുറ്റിത്തിരിഞ്ഞുത്രേ. അപ്പോൾ തോം ശരണം യയൗ, ഭഗവാനെ അങ്ങയെ ശരണം പ്രാപിച്ചുവല്ലോ എന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്തു ഭഗവാൻ? അവിടെ ഭഗവാന്റെ നിയോഗം അനുസരിച്ചിട്ട് ഒരു തോണിയുടെ രൂപം ധരിച്ച ഈ ഭൂമി സപ്തർഷികളോട് കൂടിയിട്ട് പ്രളയജലത്തില് വീണ് നട്ടം തിരിയുന്ന സത്യവ്രതന്റെ അടുത്തേക്ക് വന്നു എന്ന് പറയുന്നു. ഒരു തോണിയുമായിട്ട് ഭൂമി ഒരു തോണിയുടെ രൂപത്തില് ആ സപ്തവ്രതന്റെയും സപ്തർഷികളുടെയും അടുത്തേക്ക് വന്നു എന്ന് പറയുന്നു. 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഇവിടെ പറയുന്നു, അങ്ങനെ ഇരിക്കുമ്പോൾ സപ്തവ്രതനും സപ്തർഷികളും കൂടിയിട്ട് ഭഗവാന്റെ ആ നിർദ്ദേശം അനുസരിച്ചിട്ട് നൗരൂപിണിയും അവാപ്താം ധര ആരുരുഹോ, അതായത് ഒരു വഞ്ചിയുടെ, ഒരു തോണിയുടെ രൂപമെടുത്ത് വന്ന ആ ഭൂമിയിൽ കയറിയിട്ട് തേജു കംബ്രേഷുജ, അങ്ങനെ ആ തോണിയുടെ ആ ജലവാഹനത്തിന്റെ കയറി. അപ്പോൾ ആ ജലവാഹനത്തിന്റെ ഇളക്കം കൊണ്ട് ഇവരെല്ലാം ഭയന്നു വിറച്ചു അത്രേ. ഭൂയത്തു മഹിയാൻ അമ്പുതേ ആവിരഭു, അങ്ങനെ വീണ്ടും മത്സ്യമൂർത്തിയായ നിന്തുരുവടി ഏറ്റവും വലിയ ഒരു ആകൃതി പൂണ്ടിട്ട് ആ പ്രളയ സമുദ്രത്തില് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ഈ ഭൂമി ഒരു നൗകയുടെ ഒരു തോണിയുടെ രൂപമെടുത്തിട്ട് ഈ സപ്തർഷികളെയും സത്യവ്രതനെയും രക്ഷിക്കാനായിട്ട് വന്നു. അപ്പോൾ ആ തോണിയില് ഇവരെല്ലാവരും കയറിയപ്പോൾ ഈ മത്സ്യമൂർത്തിയായ ഭഗവാൻ അതിനെ ആ വലിയൊരു ആകൃതി കൊണ്ടിട്ട് പ്രളയ സമുദ്രത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു. 7ാമത്തെ ശ്ലോകം പറയുന്നു, ജൈഷാകൃതിയോചനം ലക്ഷ്യദീർഘാന്തദാനമുച്ചൈസ്തര തേജസന്ത്വം നിരീശദുഷ്ടാമുനയാ തതുക്ത്യാ തത്തുംഗസുന്ദേ ധരണീം പബന്ധുവോ. ഇവിടെ പറയുന്നു, മുനയ ആ സത്യവ്രതനും സപ്തർഷികളും കൂടിയിട്ട് യോജന ലക്ഷദീർഘം, 1,00,000 യോജന വിസ്താരമുള്ള ആ മത്സ്യാകൃതി സ്വീകരിച്ചവനും അതിമഹാ തേജസ്സുള്ളവനും ആ മഹാ പ്രകാശമുള്ളവനുമായ ആ ഭഗവാനെ കണ്ടിട്ട് തുഷ്ട്യ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാനെ അങ്ങയുടെ ആജ്ഞപ്രകാരം ആ ഉയർന്ന കൊമ്പില്, ആ മത്സ്യത്തിന്റെ ഉയർന്ന കൊമ്പില് ആ വഞ്ചിയെ, ആ നൗകയെ കെട്ടിയിട്ടു, ബന്ധിച്ചു എന്ന് പറയുന്നു. പിന്നെ 8ാമത്തെ ശ്ലോകം പറയുന്നു, ആകൃഷ്ടനൗഗോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംതൂയമാനോ നിവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നജാരിഹി. ഭഗവാനെ
ത്വം ആകൃഷ്ടനൗക. അങ്ങനെ മത്സ്യമൂർത്തിയായ ഭഗവാനെ ഭൂമിയാകുന്ന ഈ വഞ്ചി, ആ വഞ്ചി ഏതേട്ട് അങ്ങനെ അങ്ങനെ വലിച്ചു നടന്നു. ആ മത്സ്യമൂർത്തി വലിച്ചു വലിച്ചു നടന്നു അത്ര. അപ്പോൾ ആ സത്യവ്രതനും ആ സപ്തർഷികളും ലോകത്തിന്റെ ഈ ഭൂമിയുടെ എല്ലാ പ്രദേശങ്ങളെയും വേണ്ട പോലെ ആ മത്സ്യമൂർത്തി കാണിച്ചു കൊടുത്തുകൊണ്ട് ആ സത്യവ്രത രാജാവ് ഈ മത്സ്യമൂർത്തിയെ വളരെയധികം സ്തുതിച്ചിട്ട് പരജ്ഞാനം ഉപദിശൻ ച അചാരി, ഭഗവാനെ അങ്ങ് ആ പരമജ്ഞാനത്തെ ഉപദേശിച്ചുകൊണ്ടും അങ്ങനെ ഈ ഭൂമിയിൽ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്ന് പറയുന്നു. പിന്നെ 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കൽപ്പാവതൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിബന്ധം വൈവസ്വതാക്യമനുമാദധാനക ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോ ഭൂഃ. ഇവിടെ 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാനെ അങ്ങ് ത്വം കൽപ്പാവതൗ സപ്തമുനിൻ, ഭഗവാനെ അങ്ങ് ആ പ്രളയാവസാനത്തില് സപ്തർഷികളെ മുമ്പുള്ളതുപോലെ അതാത് സ്ഥാനങ്ങളിലെ പുരോവത് പ്രസ്താവ്യ, വേണ്ട പോലെ അതുവരെ മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നത് അതേപോലെ ആ സ്ഥാനങ്ങളിൽ ഉറപ്പിച്ചിട്ട് സത്യവ്രത ഭൂമിബം വൈവസ്വതാക്യം, ആ സത്യവ്രത രാജാവിനെ വൈവസ്വത മനുവാക്കി പ്രതിഷ്ഠിച്ചിട്ട് ആ വേദഹരണം, ആ വേദങ്ങളെല്ലാം വേദങ്ങൾ വീണ്ടെടുക്കുന്നതിനായിട്ട് ആ ഹയഗ്രീവന്റെ നേരെ അങ്ങ് പാഞ്ഞടഞ്ഞുവല്ലോ ഇവിടെ പറയുന്നു. പിന്നെ 10ാമത്തേൽ പറയുന്നു, ഭഗവാൻ ആ ഹയഗ്രീവനെ നിഗ്രഹിച്ചിട്ട് വേദത്തെ വീണ്ടെടുക്കുന്നു. 10ാമത്തെ ശ്ലോകം നമുക്ക് പറയാം. സ്വതുംഗസംഗക്ഷതവട്ടസം ത്വം നിപാത്യദൈത്യന്യഗമാൻ ഗൃഹീത്വാ വിരിഞ്ജയേ പ്രീതഹൃദേ ദദാനഃ പ്രഭഞ്ജനാഘാരപതേ പ്രഭായഃ. ഇവിടെ പറയുന്നു, സ്വതുംഗസംഗക്ഷതവട്ടസം തം ദൈത്യം, ഭഗവാനെ അങ്ങയുടെ ഉയർന്ന കൊമ്പുകൊണ്ട് പിളർക്കപ്പെട്ട ആ ഹയഗ്രീവന്റെ മാറിടത്തെ അന്ന് ആ മഹാസുരനെ മാറിടം പിളർത്തിയിട്ട് ഭഗവാനെ നിഗമാൻ ഗ്രഹീത്വ, ആ വേദങ്ങളെല്ലാം വീണ്ടെടുത്തിട്ട് പ്രീത ഹൃദയ വിരിഞ്ചയെ, ഭഗവാനെ അങ്ങ് ആ ബ്രഹ്മാവിന് സന്തുഷ്ടചിത്തനായ ബ്രഹ്മാവിനെ ആ വേദങ്ങളെയെല്ലാം തിരിച്ചു കൊടുത്തുവല്ലോ ഭഗവാനെ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ പ്രപഞ്ചനാകാരപതേ മാം പ്രഭായ, അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങനെയുള്ള വേദങ്ങളെ തിരിച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ ബ്രഹ്മാവിന് കൊടുത്തിട്ട് അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ എന്റെ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഭട്ടേരി ആ ഗുരുവായൂരപ്പനോട് പറയുന്നു. അതായത് എന്തു ക്ലേശം സഹിച്ചാലും തൻ്റെ ദുഃഖിതന്മാരായ ഭക്തജനങ്ങൾക്ക് ദുഃഖ നിവാരണത്തിനായിട്ട് ഭഗവാൻ ഏതു രൂപവും സ്വീകരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. വളരെ ചെറിയൊരു മത്സ്യരൂപത്തെ സ്വീകരിച്ചത് ആ ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട് ആയിരുന്നു. അത് പറയുന്ന വേദങ്ങൾ തിരിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ആ വേദങ്ങൾ തിരിച്ചെടുക്കാനായിട്ട് ഭഗവാനെ അങ്ങ് ഏതു രൂപവും സ്വീകരിച്ചുവല്ലോ. അത്രയും അങ്ങ് കാരുണ്യവാനായ ഭഗവാനെ, എന്നെയും കഷ്ടപ്പെടുന്ന എന്നെയും ഭഗവാനെ രക്ഷിക്കാൻ അങ്ങേക്ക് തോന്നണമേ എന്നാണ് ഭട്ടേരി ഇവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഹരേ കൃഷ്ണ. നമുക്കിനി ഇത് ദശകം 1 പാരായണം ചെയ്യാം. മത്സ്യാവതാരം. പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാദൂദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാഹൃദേഷു വേദേഷ ദിൽസക്കില മത്സ്യരൂപം. നാരായണ 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 നാരായണ. സത്യവ്രതസ്യ ദ്രമളാധിപത്തോ നദീജലേ തപ്പയതസ്തദാനീം കരാഞ്ജലോ സഞ്ജലിതാ കൃതിസ്ത്വം അദർശ്യത കച്ചന ബാലമീനക. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേംബു പാത്രേണ മുനിസ്വഹേകം സ്വൽപേരഹോപി കലശീം ജഹൂപം വാഭിം സരശ്ചാനശിഷേ വിഭോത്വം യോഗ പ്രഭാവാത് ഭവദാജ്ഞയൈവ നീത
വിദസ്തതത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പന്തി ദൃഷ്ടമേനം സപ്താഹമാസേതി വദന്നയാസിഹി പ്രാപ്തേ തദുക്തേ ഹനിവാരിധാര പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷവീ സാർദ്ധമപാരവാരിണി ഉദ്ഗൂർണമാനശരണം യയൗ ത്വാം ധരാം ത്വജ്ഞാദേശ കരീമവാപ്ത്വാം നൗരൂപിണീ മാരുരുഹുസ്തദാത്തെ തത്കമ്പകമ്പ്രേഷു ച തേഷു ഭൂയഃ ത്വം അംബുധേരാവിരഭൂർമഹീയാൻ ജഷാഗുദീയോജനലക്ഷദീർഘം ദദാനമുച്ചൈസ്തരതേജസം ത്വം നിരീശദുഷ്ടാ മുനയസ്ത്വദുഗ്ധ്യ തുത്തുംഗശൃംഗേ ധരണീം ബബന്ധൂം ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നിവരേണ തേന ജ്ഞാനം വരം ചോപദിശന്നജാരിഹി കൽപ്പാവതൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവൃതഭൂമിവം ത്വം വൈവസ്വദാഖ്യമനുമാദദാനഃ ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതോ ഭൂഃ സ്വതുംഗശൃംഗക്ഷതവക്ഷസം ത്വം നിവാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ജയേ പ്രീതഹൃദേ ദധാനഃ പ്രഭഞ്ജനാഘാരപദേ പ്രഭായാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇന്നത്തെ ഈ പാരായണം ഭഗവാനെ ഗുരുവായൂരപ്പ് അങ്ങയുടെ പാദകമലങ്ങളില് സമർപ്പിക്കണു ഭഗവാനെ. കായേന വാച മനസേന്ദ്രിയ ബുദ്ധ്യാത്മനാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്ദ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ.